ഒരു 50 കോഴി നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസം ഒരു 10,000 രൂപ നമുക്ക് എങ്ങനെ കിട്ടും എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വിശദീകരണമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണും. അപ്പോൾ അതിന് മുമ്പ് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ അരിയത്ത് ഒരു 50 കോഴിയാണ് വേണ്ടത്. 50 കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പൂവനൊരു 5 പൂവനും വേണം. അപ്പോൾ നിങ്ങൾക്ക് ദിവസം ഒരു 15 മുട്ട വെച്ച് നിങ്ങൾക്ക് കുറഞ്ഞത് കിട്ടും. നാടൻ കോഴികളാകുമ്പോൾ ഒരു 15 മുട്ട നമുക്ക് പ്രതീക്ഷിക്കും. അപ്പോൾ 15 മുട്ടയാകുമ്പോൾ നിങ്ങൾക്കൊരു 21 ദിവസം നിങ്ങൾ മുട്ട എടുത്ത് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 315 മുട്ട നിങ്ങൾക്ക് 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളൊരു 200 മുട്ട നിങ്ങളൊരു ഇൻക്യുബേറ്ററിൽ വയ്ക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ അതിലൊരു 200 മുട്ട നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 150 കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ 150 കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങളൊരു 20 ദിവസം വളർത്തുക. 20 ദിവസം വളർത്തിയിട്ട് അതിനെ നിങ്ങൾ വിൽക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കോഴിക്കുഞ്ഞിന് 100 രൂപ വെച്ച് കിട്ടും. അപ്പോൾ 150 കോഴിക്കുഞ്ഞുണ്ടെങ്കിൽ അപ്പോൾ അതൊരു 15,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 15,000 രൂപയിൽ നിങ്ങൾ 5,000 രൂപ നിങ്ങൾക്ക് കോഴികൾക്ക് തീറ്റ ചെലവ് നിങ്ങൾക്ക് ആയാലും മാസം ഒരു 10,000 രൂപ നിങ്ങൾക്ക് എങ്ങനെയായാലും മിച്ചുണ്ടാവും. അപ്പം നിങ്ങൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻക്യുബേറ്റർ മുട്ടകളൊക്കെ നല്ല ക്ലിയറാക്കി നല്ല രീതിയിൽ ഇൻക്യുബേറ്ററിൽ വയ്ക്കുക. അപ്പോൾ ഒരു 90% നിങ്ങൾക്ക് ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വിരിഞ്ഞ് കിട്ടാറുണ്ട്. അതുപോലെ നല്ല ബ്രീഡ് നല്ല അടയിരിക്കുന്ന കോഴികളെ നല്ല നാടൻ കോഴികളെ നിങ്ങൾ വളർത്തണം. അപ്പോൾ ആളുകൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിറയെ ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 21 ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇൻക്യുബേറ്ററിൽ തന്നെ വിൽക്കുകയും ചെയ്യാം. ആ കോഴിക്കുഞ്ഞും നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ മാസം നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 10,000 രൂപയിൽ നിങ്ങൾക്ക്